നിർമ്മാതാക്കൾക്ക് വേണ്ടി ഞാൻ സിനിമ സംവിധാനം ചെയ്യാറുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി ആദ്യമായി ഞാൻ ഒരു ചിത്രം സംവിധാനം ചെയ്തു. എൻ്റെ ഗന്ധർവക്ഷേത്രം. 1972 ആഗസ്റ്റ് 23 ഇറങ്ങിയ ഗന്ധർവക്ഷേത്രം എന്ന സിനിമയുടെ പരസ്യവാചകം ഇങ്ങനെയായിരുന്നു: നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെ ഛായാഗ്രാഹകനായി കടന്നുവന്നു ഭാർഗവി നിലയം സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയെ അതിശയിപ്പിച്ച വിൻസെന്റ് മാസ്റ്റർ 1972 സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗന്ധർവക്ഷേത്രം. മലയാള സിനിമ ഉദയ സ്റ്റുഡിയോയ്ക്കും കുഞ്ചാക്കോയ്ക്കും ചുറ്റും കറങ്ങുന്ന കാലം. ആരോമലുണ്ണി കഴിഞ്ഞാൽ അടുത്ത ചിത്രം വിൻസെന്റ് മാസ്റ്റർ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമെന്ന് കുഞ്ചാക്കോ ഉറപ്പിച്ചു. കഥ എഴുതാൻ കുഞ്ചാക്കോ തകഴിയെ തേടിപ്പോയി. കഥ എഴുതി കൊടുക്കാമെന്ന് തകഴി സമ്മതിച്ചെങ്കിലും കൂട്ടത്തിൽ ഒരു അപേക്ഷയും വെച്ചു. ഈ ചിത്രത്തിൽ നായകനായി മധുവിനെ അഭിനയിപ്പിക്കണം. ഇത് കേട്ടതും ആദ്യം കുഞ്ചാക്കോ അമ്പരന്നു. കാരണം ഉദയയുടെ ഒരു ചിത്രത്തിലും മധു അന്നോളം അഭിനയിച്ചിട്ടില്ലായിരുന്നു. തകഴിയുടെ ചെമ്മീനിൽ അഭിനയിക്കുന്നതിനു മുൻപേ മധുവും തകഴിയും സുഹൃത്തുക്കളായിരുന്നു. തകഴിയുടെ അഭ്യർത്ഥന കുഞ്ചാക്കോ സ്വീകരിച്ചു. ഇതിനിടയിൽ തകഴിയാണ് കഥ എഴുതുന്നതെന്നും സയന്റിഫിക്കായ സബ്ജക്റ്റ് ആണെന്നും സ്വപ്നാടനമാണ് വിഷയമെന്നും ഗാനരചയിതാവ് വയലാർ വഴി വിൻസെന്റ് മാസ്റ്റർ അറിഞ്ഞു. ഇത് കേട്ട് വിൻസെന്റ് മാസ്റ്റർ തന്റെ കുട്ടിക്കാലത്തെ സ്വപ്നാടന അനുഭവങ്ങൾ വയലാറിനോട് വള്ളിപുള്ളി തെറ്റാതെ വിവരിച്ചു. ഈ സംഭവം വയലാർ തകഴിയോട് പറഞ്ഞു. എല്ലാം കൂട്ടിച്ചേർത്ത് ഒരാഴ്ച കൊണ്ട് തകഴി മുത്തശ്ശി കഥകൾ കേട്ട് ഗന്ധർവനെ പ്രണയിച്ച ലക്ഷ്മിയുടെ കഥ പൂർത്തിയാക്കി. തകഴി ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമയ്ക്ക് മാത്രമായി കഥ മെനഞ്ഞത്. കുഞ്ചാക്കോയും ദേവരാജനും വയലാറും വിൻസെന്റ് മാഷും ഒരുമിച്ചിരുന്നായിരുന്നു തകഴിയിൽ നിന്നും കഥ കേട്ടത്. കഥ കഴിഞ്ഞതും വിൻസെന്റ് മാസ്റ്റർ ചിത്രത്തിന് പേരിട്ടു ഗന്ധർവക്ഷേത്രം. ഇത്തരം സബ്ജക്റ്റ് ആകുമ്പോൾ അന്ധവിശ്വാസം വളരാൻ ഇടയുള്ളതുകൊണ്ട് വിൻസെന്റ് മാസ്റ്റർ പ്രമുഖരായ സൈക്കാട്രിസ്റ്റുകളെ എല്ലാം കണ്ട് കൃത്യത വരുത്തിക്കൊണ്ടായിരുന്നു തോപ്പിൽ ബാസിയെ തിരക്കഥ ഏൽപ്പിച്ചത്. വയലാർ എഴുതിയ 5 മനോഹര ഗാനങ്ങൾക്ക് ദേവരാജനായിരുന്നു സംഗീതം നൽകിയത്. നായികയായി പുതുമുഖത്തെയായിരുന്നു നോക്കിയത്. പക്ഷേ ആരും ശരിയായില്ല. ഒടുവിൽ ശാരദയെ നിശ്ചയിച്ചു. ഗന്ധർവനായ ഗോപാലനായി പ്രേം നസീറും നായകനായ സതീഷായി മധുവും വേഷമിട്ടു. ചെറുതുരുത്തി ഗസ്റ്റ് ഹൌസും പരിസരങ്ങളുമായിരുന്നു ലൊക്കേഷൻ. പിൽക്കാലത്ത് പേരെടുത്ത സംവിധായകൻ ഭരതനായിരുന്നു ചിത്രത്തിന്റെ കലാസംവിധായകൻ. തിരുവനന്തപുരം സെൻട്രൽ തിയേറ്റർ അടക്കം 18 കേന്ദ്രങ്ങളിൽ 1972 ഓണക്കാലത്ത് റിലീസ് ചെയ്ത ഗന്ധർവക്ഷേത്രം സൂപ്പർ ഹിറ്റായി മാറി.